ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മുത്ത് വ്ലോഗ്സ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് ജനങ്ങളുടെ ജീവിത രീതിയും അനാരോഗ്യവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. നമ്മുടെ ജനങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ 95% ജീവിത രീതിയിലെ വ്യതിയാനം കൊണ്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? ഒരു രോഗം വന്നാൽ സമൂഹത്തെയും ഡോക്ടറെയും എന്തിനേറെ ദൈവങ്ങളെ പോലും പഴിചാരുന്നവരാണ് നമ്മളിൽ ഏറെ പേരും. അമിത രക്തസമ്മർദ്ദവും പ്രമേഹവും രക്തത്തിലെ അമിതമായ കൊഴുപ്പിൻ്റെ അളവും ശരീരത്തിലെ അണുബാധകളും തുടങ്ങി ക്യാൻസർ വരെ നമ്മുടെ ജീവിതചര്യ കൊണ്ട് വിളിച്ചു വരുത്തുന്നു എന്നതാണ് സത്യം. ഈ വീഡിയോ സീരീസിൽ ഒട്ടുമിക്ക രോഗങ്ങളും എങ്ങനെ ജീവിതചര്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അത് ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും എൻ്റെ മിതമായ അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മളിൽ പലരും വർഷങ്ങളോളം വ്യായാമം ചെയ്യാതെയും ആരോഗ്യപരമല്ലാത്തതും നമ്മുടെ പ്രകൃതിക്കും കാലാവസ്ഥക്കും ഒരു തരത്തിലും ഇണങ്ങാത്തതുമായ ഭക്ഷണങ്ങൾ കഴിച്ചു ജീവിതം ഒരു വഴിപാട് പോലെ കൊണ്ടുപോകുന്നവരാണ്. നമ്മുടെ സമകാലീന സമൂഹത്തിൽ വളരെയധികം ട്രെൻഡിങ് ആയ പല ഭക്ഷണങ്ങളും ജീവിത രീതികളും തുടങ്ങി നമ്മുടെ വസ്ത്രധാരണ രീതികൾ വരെ നമുക്ക് ഉതകാത്തതാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതിൽ നിന്ന് ഒരണ പോലും വ്യതിചലിക്കാനോ നമ്മുടെ പരമ്പരാഗത ജീവിത ശൈലികളെക്കുറിച്ച് പഠിക്കാനോ അതിൻ്റെ കാമ്പ് മനസ്സിലാക്കാനോ ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം. ഭക്ഷണ സ്വയം പര്യാപ്തത കൈവരിച്ച് നമ്മൾ ആരോഗ്യ സ്വയം പര്യാപ്തത വരിക്കുന്നതിൽ പിറകോട്ട് പോകുന്നു. ആരോഗ്യ സംരക്ഷണത്തിനായി യുവതലമുറ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. അതിൽ കുടുംബവും സമൂഹവും സുഹൃത്തുക്കളും ആരോഗ്യ പ്രവർത്തകരും നടത്തേണ്ട കൈകടത്തലുകളും തികച്ചും ലളിതവും ആരോഗ്യപരവുമായ ചർച്ചയിലൂടെയും അറിവിലൂടെയും കൈവരിക്കാൻ നമുക്ക് ഒന്നായി കൈകോർക്കാം. വരും വീഡിയോകളിൽ ഇതിനായി നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും അത് ഏതെല്ലാം രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാം.